Guys, Kerala is still God's own country. Just ignore the trash. Haha, just like that. Don't throw anything. They're not blocking randomly. Only cars with plastic, chips, bottles, anything. ഇതൊരു സാങ്കല്പികമായ കഥയായിരിക്കാം. പക്ഷെ ഇന്ന് കേരളത്തിലെ വനങ്ങളിൽ കാട്ടാനകളുടെ പിണ്ടത്തിൽ നിന്ന് കിട്ടുന്നത് പ്ലാസ്റ്റിക്കും കുട്ടികളുടെ ഡയപ്പറുകളുമാണ്. വിദ്യാസമ്പന്നരായ ടൂറിസ്റ്റുകൾ പ്രകൃതിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്നാൽ കാട് നമ്മളിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ? നമ്മൾ വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും കാട് കൃത്യമായി ഓർത്തുവെക്കാൻ തുടങ്ങിയെങ്കിലോ? ഇനിയുണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ വെറുമൊരു മൃഗവാസനയല്ല, മറിച്ചതൊരു തീരുമാനിച്ചുറപ്പിച്ച പ്രതികാരമാണെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൃഗങ്ങൾക്ക് ശത്രുതയുണ്ടാകാം, എന്നാൽ മനുഷ്യരെപ്പോലെ പകയുണ്ടാകില്ലെന്നാണ് ശാസ്ത്രം. പക്ഷെ വയറ്റിൽ പ്ലാസ്റ്റിക് നിറഞ്ഞ് സ്വന്തം കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്ന ഒരു കാട്ടാനയുടെ തലച്ചോറിൽ ഇന്ന് ചില രാസമാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?